നമസ്കാരം. ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണർ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഡിസോർഡർ കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ അടുപ്പമുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ ഫ്രണ്ടിൽ നിന്നും മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുകയെ അവർ ഒന്ന് വിട്ടുമാറി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ പേടി, ഇതിനെയാണ് നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു 8 മാസം തൊട്ട് ഒരു 12 മാസം ഇടയിലുള്ള കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇത് താനേ വിട്ടുമാറി പോകും. ചില കേസിൽ ഒരു ഗ്രേഡ് സ്കൂൾ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരിലും ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരാറുമുണ്ട്. 3 മുതൽ 4% വരെയുള്ള കുട്ടികളിലാണിത് കൂടുതലും കാണപ്പെടുന്നത്. പെൺകുട്ടികളിലാണ് കൂടുതലും നമ്മളിത് കാണുന്നത്. ഇതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു കോസ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ കുട്ടികളിലും ഇത് കാണാം. അതുപോലെ തന്നെ ഒരു സൈക്കോ സോഷ്യൽ സ്ട്രെസ്സറായിട്ട് പറയാനായിട്ടുള്ളത് അവരുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും മരണപ്പെടുന്നത് കാണുന്നതോ അല്ലെങ്കിൽ അവരുടെ പെറ്റ്സ് മരിക്കുന്നത് കാണുക, അതൊക്കെ ഒരു ആ സ്ട്രെസ്സേഴ്സ് വന്നത് കൊണ്ടും ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഡെവലപ്പ് ആകാം. ആൻഡ് ഓൾസോ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് പാരന്റിങ് ആണെങ്കിൽ ആൻഡ് ഓൾസോ പാരന്റ് ചൈൽഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ അവര് പെട്ടെന്ന് സ്കൂള് ഒന്ന് മാറുക, സ്വിച്ചിങ് ഓഫ് സ്കൂൾസ് ആൻഡ് ഓൾസോ വീട് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ മൂവിങ് ടു എ ന്യൂ ഹോം, അതൊക്കെ ഇതിനൊരു റീസൺ ആണ്. ഇനി കൂടുതലും ഇതിൻ്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മെയിനായിട്ട് പറയുന്നത് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര മടി അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക, ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടി, രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി സ്വപ്നങ്ങൾ കാണുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള നൈറ്റ് മെയർസ്, ഞെട്ടി എണീക്കുക, പിന്നെ പേരന്റ് ഒരു മുറിയിൽ നിന്ന് തന്നെ മറ്റു മുറിയിലേക്ക് പോകാൻ പോലും സമ്മതിക്കാതെ അവരെവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ടാൻഡ്രംസ് കാണിക്കുക, ടെമ്പർ ടാൻഡ്രംസ്, കരയുക, വാശി പിടിക്കുക. ഇതൊക്കെ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല പേരൻസും ഇത്തരം കുഞ്ഞുങ്ങളെ വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണമായിരിക്കും, അവർക്ക് ഭയങ്കര ഷൈ ആണ്, ആരോടും അങ്ങനെ സംസാരിക്കില്ല. വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് ആരെങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും വന്നാൽ അവർ ആ പാരന്റിൻ്റെ അടുത്തൊന്നും വിട്ടുമാറി അങ്ങോട്ടൊന്നും പോയി സംസാരിക്കാതിരിക്കുക. പിന്നെ ഇവര് കൂടുതലും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് കരയും, കണ്ണിനൊക്കെ വെള്ളം വന്ന് ഭയങ്കരമായിട്ടും ഒരു ചെറിയൊരു ക്രിറ്റിസിസം പോലും അവർക്ക് താങ്ങാൻ പറ്റാണ്ട് പെട്ടെന്ന് ഒരു കരച്ചിൽ വരിക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ഒരു നെർവസ് ഉണ്ടാവും, ഭയങ്കര എപ്പോഴും ഇവർ ഭയങ്കര അലേർട്ട് ആയിരിക്കും. അവരെപ്പോഴും അവരുടെ എൻവയോൺമെന്റുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു അലേർട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നെർവസ് ആവുക, പെട്ടെന്ന് പേടിച്ചിരിക്കുക, വെറി ചെയ്യുക, ഇതൊക്കെ ഇത്തരം ഒരു ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ളവരിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകമായിട്ടും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് നമ്മൾ ഒട്ടുമിക്ക പേരൻസും ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളുടെ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കാണാതെ ആ ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് പോവുക എന്നുള്ളത്. പക്ഷെ അത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിലേക്ക് അവർ കരയാതിരിക്കും, പക്ഷെ പിന്നീട് ഗ്രാജുവലി അത് അവർക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി കൂട്ടാനേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെപ്പോഴും ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മളിലുള്ള ഒരു ട്രസ്റ്റ്, വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ടിട്ട് തന്നെ അവരെപ്പോഴെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് അപ്പുറത്തെ മുറിയിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, നമ്മൾ അവരെ വിട്ടിട്ട് പോവോ, നഷ്ടപ്പെട്ടു പോവോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം കൊടുക്കുക, കുട്ടികളും പാരന്റുമായിട്ടുള്ളൊരു നല്ലൊരു സമയം എപ്പോഴും അവരായിട്ട് സ്പെൻഡ് ചെയ്യുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അതും പറ്റുവാണെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും ഒരു ടൈമിൽ തന്നെ ഇന്ററാക്ട് ചെയ്യാനായിട്ട്, അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഡിന്നറിന് മുൻപ് അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞിട്ടൊരു ഇത്ര സമയം എന്നുള്ള രീതിയിൽ വെക്കുക, അവരായിട്ട് കളിക്കാനും അവരായിട്ട് ബുക്സ് ഒക്കെ വായിച്ച് അവരുടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില സമയങ്ങളിൽ
കുട്ടിയും പേരന്റും വിട്ടുമാറി നിൽക്കേണ്ട ചില സമയങ്ങളിൽ വരാം. അപ്പോൾ ആ എൻവയോൺമെന്റ് നമ്മൾ മാക്സിമം കംഫർട്ടബിൾ ആക്കി വെക്കാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേ കെയറിലാക്കേണ്ടി വരുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ തന്നെ ആ ഒരു എൻവയോൺമെന്റ് ഇപ്പോൾ അവര് നമ്മൾ ആരെയാണോ ഏൽപ്പിച്ചിട്ട് പോകേണ്ടത് ആ ഒരു കെയർ ടേക്കറിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഒരു ഇന്ററാക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കി വെക്കുക. അവരുടെ മുൻപിൽ നിന്ന് തന്നെ നമ്മൾ അവരോട് സംസാരിക്കുകയും നല്ലൊരു ഫ്രണ്ട്ലി രീതിയിൽ നമ്മൾ അവരായിട്ടുള്ള അപ്രോച്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പുതിയ ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കൂടുതൽ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാവുന്ന ഒരു 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 ഡെവലപ്പിംഗ് സ്റ്റേജിന്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളൊരു സെക്യൂർ അറ്റാച്ച്മെന്റ് അവർക്ക് ഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.